അപ്പോൾ നമ്മുടെ ഇനിയൊരു റിയാക്ഷൻ വീഡിയോ വരുവാണെങ്കിൽ നമ്മൾ അതിൽ വെബ് ക്യാം ഇടുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ അത് പറയാനാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ ആക്കിയത് ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പേസ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് ഡിറ്റക്റ്റീവ് മെഹുൽ. ഓക്കെ, അതാണ് ഗൈസ് ഡിറ്റക്റ്റീവ് മെഹുൽ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോയോട് എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും എന്താ പറയുക നല്ല സപ്പോർട്ട് ചെയ്യണം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ ഡിറ്റക്റ്റീവ് മെഹുലിൻ്റെ ക്വസ്റ്റ്യൻസ് ആട്ടോ ഞാൻ പറയാൻ മറന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആൻസർ ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3, 2, 1. ഓക്കെ. മെഹുലും കോളനിയിലെ മുഴുവൻ കുട്ടികളും DJ വെച്ച് ഡാൻസ് കളിക്കുകയായിരുന്നു. അവർ പരസ്പരം കളർ പുരട്ടുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു അങ്കിൾ തോന്നുന്നു. വരൂ കുട്ടികളെ, നമുക്ക് അങ്കിളുടെ മുഖത്ത് കളർ തേക്കാം. എല്ലാ കുട്ടികളും ഒന്നൊന്നായി പോയി അങ്കിളുടെ മുഖത്ത് കളർ തേക്കാൻ തുടങ്ങുന്നു. ആദ്യത്തെ കുട്ടി അങ്കിളിന്റെ പുറത്ത് ബ്ലൂ കളർ തേക്കുന്നു. രണ്ടാമത്തെ കുട്ടി ബ്രൗൺ കളർ തേക്കുന്നു. കളർ തേക്കുന്നു. ഇനി മെഹുലിന്റെ ഊഴമായിരുന്നു. ഈ സമയം മെഹുലിന്റെ അടുത്ത് 4 തരം നിറങ്ങൾ ഉണ്ടായിരുന്നു: ഗ്രീൻ, പിങ്ക്, ബ്ലാക്കും പിന്നെ റെഡും. എല്ലാ കുട്ടികളും ഒരേ പാറ്റേണിലാണ് അങ്കിളിനെ കളർ തേച്ചത്. അപ്പോൾ ലോജിക്കൽ ആർമി ചിന്തിക്കൂ, എന്നിട്ട് എന്നോട് പറയൂ മെഹുൽ അടുത്ത് ഏത് കളർ തിരഞ്ഞെടുക്കുമെന്ന്. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റ് ആയി പറയൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതില് ഏത് കളറാ? ബ്ലാക്ക് ആണോ? ഓർഡർ എനിക്ക് മനസ്സിലായില്ല. ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു. വരൂ ഇതിന്റെ ഉത്തരം നോക്കാം. ശ്രദ്ധിച്ചു നോക്കിയേ, എല്ലാ കുട്ടികളും അങ്കിളിന്റെ പുറത്ത് ബി വെച്ച് തുടങ്ങുന്ന ഏത് കളറാണോ അതാണ് തേച്ചത്. ബ്ലൂ, ബ്രൗൺ പിന്നെ ബീച്ച്. മെഹുൽ അങ്കിളിന്റെ പുറത്ത് ബ്ലാക്ക് കളർ തേച്ചു. മെഹുൽ തന്റെ കയ്യിൽ ബ്ലാക്ക് കളർ എടുക്കുന്നു, എന്നിട്ട് അങ്കിളിന്റെ കവിളിൽ തേച്ചു കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് മെഹുൽ അങ്കിളിന്റെ മിഠായിയുടെ ഒരു ഡബ്ബ കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും കുട്ടികളുടെ കൂടെ DJ വെച്ച് ഡാൻസ് കളിക്കുന്നു. അപ്പോൾ മെഹുലിന് ഒരു ഫോൺ വരുന്നു. അയാൾക്ക് വിവരം കിട്ടുന്നു ഗൗതം നഗർ കോളനിയിൽ നിറങ്ങളുടെ മഹോത്സവം നടക്കുകയായിരുന്നു. അതേസമയം അവിടെ ഒരു വീട്ടിൽ ലക്ഷങ്ങളോളം രൂപ വിലയുള്ള ആഭരണങ്ങൾ മോഷണം പോയത്. മെഹുൽ പെട്ടെന്ന് തന്റെ കാറിൽ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ഗൗതം നഗറിൽ എത്തുന്നു. അവിടെ ശർമാജിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. പറയൂ ശർമാജി, നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് മോഷണം നടന്നത്? അപ്പോൾ ശർമാജി പറയുന്നു, എല്ലാവരും വീടിന്റെ പുറത്ത് ഹോളി ആഘോഷിക്കുകയായിരുന്നു. വീട്ടിലും ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം അകത്ത് ചെന്നപ്പോൾ അലമാര തുറന്നു കിടക്കുന്നത് കണ്ടു. മാത്രമല്ല എല്ലാ സാധനങ്ങളും മോഷണവും പോയിരുന്നു. തീർച്ചയായും വീട്ടിൽ ഏതെങ്കിലും ഒരാൾ കള്ളന്മാരുമായി ചേർന്നിട്ടുണ്ടാകും. ആ സമയം ശർമാജിയുടെ വീട്ടിൽ 3 വേലക്കാരുണ്ടായിരുന്നു. മെഹുൽ 3 വേലക്കാരെയും ചോദ്യം ചെയ്തു. ആദ്യത്തെ വേലക്കാരൻ പറയുന്നു, ഞാൻ കിച്ചണിൽ രസഗുള എടുക്കാൻ പോയതാ. ഇവിടുത്തെ ചേച്ചി ഗസ്റ്റുകൾക്ക് വേണ്ടി രസഗുള കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ വേലക്കാരൻ പറയുന്നു, സർ എല്ലാവരും ഹോളി ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഡാൻസ് കളിക്കുകയായിരുന്നു. കൂട്ടത്തിൽ വീഡിയോ റെക്കോർഡിംഗും ചെയ്യുമായിരുന്നു. ഇതാ നോക്ക്, മുഴുവൻ റെക്കോർഡിങ്ങും. മൂന്നാമത്തെ വേലക്കാരൻ പറയുന്നു, ഇവരെല്ലാം എന്റെ പുറത്ത് കളർ ഒഴിച്ചിരുന്നു. എനിക്ക് കളറുകളോട് അലർജിയാണ്, അതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ പോയതാണ്. 3 പേരുടെയും സംസാരം കേട്ടിട്ട് മെഹുലിന് പെട്ടെന്ന് മനസ്സിലാകുന്നു ആരാണ് കള്ളം പറഞ്ഞതെന്ന്. എന്താ ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാനാകുമോ ആരാ കള്ളം പറഞ്ഞതെന്ന്? ഷെഫ് ആണോ? ഷെഫ് അല്ലെങ്കിൽ ഈ ബാത്റൂമിൽ എന്തോ വേലക്കാരനാണ് കള്ളം പറഞ്ഞത്. അയാൾ ബാത്റൂമിൽ കുളിക്കാൻ പോയതാണെങ്കിൽ ഇപ്പോഴും അയാളുടെ ദേഹത്തും തലയിലും എങ്ങനെയാണ് നിറങ്ങളുള്ളത്? ഇതിനർത്ഥം അയാൾ കള്ളം പറയുകയാണ്. മെഹുൽ അയാളെ പിടിക്കുന്നു, എന്നിട്ട് അയാളെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അയാൾ പറയുന്നു, 3 അപരിചിതരായ ആൾക്കാർ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഹോളി ആഘോഷിക്കാൻ വന്നിരുന്നു. എന്നിട്ട് വീടിന്റെ ഉള്ളിൽ ബാത്റൂമിൽ എന്തോ പ്ലാനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ശർമാജിയുടെ അകന്ന ബന്ധുക്കളാണെന്ന്. അവർ കാണാൻ എങ്ങനെയിരുന്നു? എന്തായാലും നീ അവരുടെ മുഖമുറപ്പായും കണ്ടു കാണും. ഇല്ല സർ, അവരെല്ലാം മുഖത്ത് കളർ തേച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആരെയും നേരെ മനസ്സിലാകുന്നില്ലായിരുന്നു. ഞാൻ വല്ലാതെ പേടിച്ചു. അതിന്റെ പരിഭ്രമത്തിൽ ഞാൻ കള്ളം പറഞ്ഞു പോയി. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിനർത്ഥം കള്ളന്മാർ മുഖത്ത് കളർ തേച്ച് മോഷണം നടത്തിയിട്ട് പോയി. അപ്പോൾ മെഹുലിന് അടുത്തൊരു കോളും വരുന്നു. JK കോളനിയിലും ഇതുപോലൊരു വലിയ മോഷണം നടന്നുവെന്ന്. മെഹുൽ പെട്ടെന്ന് തന്റെ കാറിൽ JK കോളനിയിലേക്ക് എത്തുന്നു. അവിടെ ഒരുപാട് തരത്തിലുള്ള നിറങ്ങൾ താഴെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ DJയും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ ഡാൻസ് കളിക്കുന്നില്ല. അവരാരും ഹോളിയും ആഘോഷിക്കുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു മോഷണം നടന്നതിന് ശേഷം എല്ലാവരുടെയും മൂഡ് പോയെന്ന്. മെഹുൽ കാറിൽ നിന്നും താഴെ ഇറങ്ങുന്നു. എന്നിട്ട് വീടിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഡിറ്റക്റ്റീവ് മെഹുലാണ്, എനിക്ക് മുഴുവൻ ഇൻഫർമേഷൻസ് വേണം, എങ്ങനെയാണ് മോഷണം നടന്നത്. അപ്പോൾ ആ വീടിന്റെ ഉടമസ്ഥ മംതാജി പറയുന്നു, വീട്ടിൽ അടിപൊളിയായി എല്ലാവരും ഹോളി ആഘോഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന്. DJയിൽ ഡാൻസ് കളിക്കുകയായിരുന്നു. പിന്നെ സ്വീറ്റ്സ് കഴിക്കുകയായിരുന്നു. മുറിയിൽ നിന്നും 2 ലക്ഷം രൂപ മോഷണം പോയതെന്ന്. മെഹുൽ മുറിയിൽ പോയി മോഷണം നടന്ന അലമാര നോക്കുന്നു. അത് കണ്ട് ഞെട്ടിപ്പോകുന്നു. ഇതിന്റെ പാർട്ട് 2
വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ പാർട്ട് 2ൻ്റെ അത് വെബ് ക്യാമും എന്താ പറയുക ഗൈസ്, വെബ് ക്യാമും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു 200 ലൈക്ക് വരെ ആക്കുക ഗൈസ്. അപ്പോൾ പാർട്ട് 2 എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീട്ടിലോട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ബൈ.